ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അത് കണക്ക് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 യൂണിറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് വിളിച്ചതാണ്. കംപ്ലൈൻറ്റ് വന്ന് നോക്കാൻ നേരത്ത് കോയിൽ ഫുള്ള് ഡേർട്ടി ആയിട്ട് ഇരിക്കുകയാണ്. എച്ച് പിയിൽ ട്രിപ്പായിട്ട് ഫുള്ള് 2 യൂണിറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ടോട്ടൽ 5 യൂണിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ 5 യൂണിറ്റും വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്കാണ്, കോയിൽ ഫുള്ള് ബ്ലോക്കായിട്ടിരിക്കുകയാണ്. ബ്ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് കൂളിംഗ് എഫിഷ്യൻസി, നമ്മളെ എ സിയുടെ കൂളിംഗ് എഫിഷ്യൻസിയെ ബാധിക്കും. അത് കണക്ക് തന്നെ ഇത് എച്ച് പിയിൽ പോയിട്ട് ട്രിപ്പ് ആവാനുള്ള അവസ്ഥ കൂടുതലാണ്. നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ കോയിലിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ഈ കോയിലിൻ്റെ ഫുള്ള് ഡേർട്ടിയായിട്ട് ഇതേ മോഡലാണ് കോയിലിടുന്നത്. ഫുള്ള് ഡേർട്ടിയാണ്. അപ്പോൾ നമ്മൾ ഫുള്ള് വാഷ് ചെയ്ത് 5 യൂണിറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ 2 യൂണിറ്റ് കംപ്ലൈൻറ്റ് വന്ന് 5 യൂണിറ്റ് ഉണ്ടായിരുന്നു. 5 യൂണിറ്റും വാഷ് ചെയ്ത് അത് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഈ വാഷ് ചെയ്തില്ലെങ്കിൽ, കണ്ടൻസർ കോയിൽ വാഷ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ നമ്മളെ കംപ്രസറിൻ്റെ ലൈഫിന് ബാധിക്കും. കംപ്രസർ പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ സേഫ്റ്റി സ്വിച്ച്